ഇവർ വിവാഹിതരായാൽ ഭൂമിജയെ ജയിലിലടയ്ക്കുന്ന അജയിനെയാണ് കാണാൻ സാധിക്കുക. ഭൂമിജയാണെങ്കിൽ സന്ധി ചർച്ചയ്ക്ക് അങ്ങനെ നമ്മുടെ അജയുടെ മുൻപിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ഭൂമിജ പറയുന്നുണ്ട്, എനിക്ക് ഇനിയും ഇങ്ങനെ ക്യാറ്റ് ആൻഡ് മൗസ് കളി തുടരാനായിട്ട് താല്പര്യമൊന്നുമില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭൂമിജ തുടങ്ങുന്നുണ്ട്. നമുക്കിതിവിടെ അവസാനിപ്പിച്ചുകൂടെ? തുടർന്നും തനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ അജയാണെങ്കിൽ എനിക്കും തോന്നി ഞാൻ കുറച്ച് ഓവറാണല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഭൂമിജ പറയുന്നുണ്ട്, നിങ്ങൾ ഒട്ടും ഓവറൊന്നുമല്ല, നിങ്ങൾ ഇച്ചിരി ഓവർ സ്മാർട്ടാണ്, നിങ്ങൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ കൂടുതലാണ് എന്നിങ്ങനെ പറയുമ്പോൾ അജയ്ക്കാണെങ്കിൽ അതത്ര പിടിക്കുന്നൊന്നുമില്ല. നീ എന്താടി പറഞ്ഞത്? നീ എന്നെ പറഞ്ഞത് 10 വർഷം കഠിന തടവ് കിട്ടുന്ന ഒരു ശിക്ഷയാണ്, മര്യാദയ്ക്ക് ജയിലിൽ കയറി കിടക്കടി എന്ന് പറയുമ്പോൾ ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തത് എന്ന് അജയോട് നമ്മുടെ ഭൂമിജ ചോദിക്കുമ്പോൾ നീ എന്ത് തെറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിജയെ പിടിച്ച് പോലീസ് ലോക്കപ്പിൽ അടയ്ക്കുമ്പോൾ ഭൂമിജ പോലീസ് ലോക്കപ്പ് തന്നെ ഒരു ഡാൻസ് കേന്ദ്രമാക്കി മാറ്റുന്നു. അജയ്ക്കെതിരെ പ്രതിഷേധിക്കാനും ഭൂമിജ കൂടാതെ ജയിലിൽ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാനും ഭൂമിജ കണ്ടെത്തുന്ന ഒരു മാർഗം പാട്ടും കൂത്തുമായിട്ട് നല്ല അടിപൊളി ആഘോഷം ജയിൽ ലോക്കപ്പിൽ നടത്തുന്ന ഭൂമിജയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കൂട്ടുകാരെ.